നമസ്കാരം. പ്രധാന വാർത്തകൾ. VM വിനുവിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകും. കോഴിക്കോട് കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥി VM വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച പരാതിയിൽ ജില്ലാ കളക്ടർ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകും. ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 2020 വോട്ടർ പട്ടികയിൽ വിനുവിന്റെ പേര് ഉണ്ടായിരുന്നില്ലെന്ന റിപ്പോർട്ടാണ് ERO കളക്ടർക്ക് നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം VM വിനു ഉപയോഗിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടർ നടപടികൾ സ്വീകരിക്കുക. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് VM വിനു ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. വിനുവിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. BLOമാർ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നു. ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ കളക്ടറുടെ പരസ്യ ശാസന. ആലപ്പുഴയിൽ BLOമാർക്ക് കടുത്ത സമ്മർദ്ദം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ കളക്ടർ അലക്സ് വർഗീസ് പരസ്യമായി ശാസിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. BLOമാർ ചടങ്ങിന് വേണ്ടി പണിയെടുക്കുന്നെന്നാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കളക്ടറുടെ വിമർശനം. ഫീൽഡിൽ നേരിട്ടിറങ്ങി നടപടിയെടുക്കുമെന്നാണ് കളക്ടറുടെ ഭീഷണി. അതേസമയം സമ്മർദ്ദത്തിലാക്കരുതെന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ BLOമാർ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഫീൽഡിൽ നേരിടുന്ന വെല്ലുവിളികൾ വിവരിച്ചാണ് BLOമാർ സന്ദേശം അയക്കുന്നത്. ചെറുതോണിയിൽ സ്കൂൾ ബസ് അപകടത്തിൽ പ്ലേ സ്കൂൾ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഗിരിജ്യോതി പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഹെയ്സൽ ബെന്നാണ് മരിച്ചത്. ഇനയ തെഹ്സൻ എന്ന കുട്ടിക്ക് പരിക്കേറ്റു. സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചാണ് അപകടം ഉണ്ടായത്. ഇന്ന് 9 മണിക്ക് ശേഷമാണ് ദാരുണ സംഭവം. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂൾ കോമ്പൗണ്ടിലാണ് അപകടം. സ്കൂൾ ബസ്സിൽ തന്നെയാണ് ഹെയ്സലും എത്തിയത്. ഒരു ബസ്സിൽ ഇറങ്ങിയതിനു ശേഷം ബസിന്റെ പിന്നിലൂടെ ക്ലാസ്സിലേക്ക് നടക്കുകയായിരുന്നു. തൊട്ടുപിന്നിൽ മറ്റൊരു ബസ് നിർത്തിയിരുന്നു. കുട്ടി കടന്നു പോകുന്നത് ഇവർ കണ്ടില്ല. ബസ് മുന്നോട്ടെടുത്തതിനെ തുടർന്ന് കുഞ്ഞിനെ ഇടിച്ചു. കുഞ്ഞിന്റെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി. തൊട്ടടുത്ത് കൂടെ നടന്നുപോയ കുഞ്ഞിന്റെ കാലിനും പരിക്കേറ്റു. അപ്പോൾ തന്നെ കുഞ്ഞിനെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കിൽ മനുഷ്യന്റെ കാൽ കണ്ടെത്തിയ സംഭവം. മരിച്ചത് കണ്ണൂർ സ്വദേശി. തിങ്കളാഴ്ച കണ്ണൂരിൽ ട്രെയിൻ തട്ടി കണ്ണൂർ എടക്കാട് സ്വദേശി മനോഹരൻ മരിച്ചിരുന്നു. അപകടത്തിൽ മനോഹരന്റെ കാൽ വേർപെട്ടു പോയിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. നവംബർ 17 കണ്ണൂരിൽ നിന്നുള്ള സർവീസ് പൂർത്തിയാക്കിയാണ് മെമു ട്രെയിൻ ഇന്നലെ ആലപ്പുഴയിലേക്ക് തിരിച്ചത്. മെമു ട്രെയിനിൽ കുടുങ്ങിയ കാലിന്റെ ഭാഗം മനോഹരന്റെ തന്നെയാകാമെന്നാണ് നിഗമനം. കൂടുതൽ അന്വേഷണത്തിനായി കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം ഇന്ന് ആലപ്പുഴയിലെത്തും. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയുടെ വീടിന് തീയിടാൻ ശ്രമം. BJP സ്ഥാനാർത്ഥി ടിൻഡു ജി വിജയന്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സംഭവം. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചെത്തിയ 2 പേരാണ് തീയിടാൻ ശ്രമിച്ചത്. തീ കത്തിച്ച് ജനലിലൂടെ ഉള്ളിലേക്കിടാൻ ശ്രമം നടന്നു. ശബ്ദം കേട്ട വീട്ടുകാർ ഉണർന്നു നോക്കിയതോടെ സംഘം കടന്നു കളഞ്ഞു.